പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കത്തിന്. പ്രേ വിയഹാർ എന്ന ശിവക്ഷേത്രത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇന്നത്തെ അതിരൂക്ഷമായ സൈനിക സംഘർഷത്തിന്റെ പ്രധാന കാരണം. കംബോഡിയ തായ്ലാന്റ് അതിർത്തിയിലെ പ്രയാ വിയഹാർ ശിവക്ഷേത്രവും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ചൊല്ലി പതിറ്റാണ്ടുകളായുള്ള തർക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. കംബോഡിയയിലെ ഫ്രഞ്ച് കൊളോണിയൽ ഭരണകാലത്തെ ഒരു ഭൂപടമാണ് തർക്കത്തിന്റെ ഉദ്ഭവത്തിന് കാരണം. പ്രത്യേകിച്ചും 1907 ഫ്രഞ്ച് സൈമീസ് കരാർ. തായ്ലാന്റ് അന്ന് സയാമായിരുന്നു. ആ ഭൂപടം പ്രയാ വിയഹാർ ക്ഷേത്രത്തെ കംബോഡിയൻ അതിർത്തിയിൽ ഉൾക്കൊള്ളിച്ചു. സയാം ആ ഭൂപടത്തെ എതിർത്തതുമില്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4.6 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തിന്റെ കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. 1939 സയാം തായ്ലാന്റായി. തായ് ഭൂപടങ്ങളിൽ പ്രയാ വിയഹാർ ക്ഷേത്രം അതിന്റെ ഭാഗമായി കാണിക്കപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ പിന്തുണയോടെ തായ്ലാന്റ് 1941 പ്രയാ വിയഹാർ ക്ഷേത്രമടക്കമുള്ള മേഖലകൾ ഫ്രഞ്ച് കംബോഡിയയിൽ നിന്ന് അധീനപ്പെടുത്തി. 1945 ജപ്പാന്റെ പരാജയത്തിന് പിന്നാലെ കയ്യേറിയ പ്രദേശങ്ങൾ തായ്ലാന്റ് ഫ്രഞ്ച് കംബോഡിയയ്ക്ക് തിരികെ നൽകി. കംബോഡിയ 1953 സ്വതന്ത്രമായെങ്കിലും 1907 കരാറുകൾ നിലനിന്നു. ക്ഷേത്രത്തിനും പരിസര പ്രദേശത്തിനും മേലുള്ള അവകാശവാദം തായ്ലാന്റ് വീണ്ടും ഉന്നയിച്ചു. 1954 തായ് പോലീസും അർദ്ധസൈനിക വിഭാഗവും നോരോത്തം സിയനോക്ക് രാജകുമാരന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കടന്നത് സംഘർഷത്തിനിടയാക്കി. 1959 പ്രശ്നം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുന്നിലെത്തി. 1962 ICJയുടെ വിധി വന്നു. ക്ഷേത്രം കംബോഡിയയുടെ ഭാഗമെന്ന 1907 കരാർ ICJ ഉയർത്തിപ്പിടിച്ചു. അതേസമയം ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള 4.6 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തെക്കുറിച്ചുള്ള അവ്യക്തത തുടർന്നു. ആ പ്രദേശങ്ങളിൽ അവകാശവാദം തായ്ലാന്റ് ഉന്നയിച്ചു. 1970കളിലും 80കളിലും വിഷയം നിർജീവമായി കിടന്നു. പ്രയാ വിയഹാർ ക്ഷേത്രത്തെ ആഗോള സാംസ്കാരിക കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ കംബോഡിയ യുനെസ്കോയോട് അഭ്യർത്ഥിച്ചു. 2008 ജൂലൈ 7 യുനെസ്കോ ഇത് അംഗീകരിച്ച് ആ പദവി നൽകി. ഇതോടെ തായ്ലാന്റ് പ്രദേശത്ത് സൈനിക വിന്യാസം നടത്തി. കംബോഡിയയും അങ്ങനെ ചെയ്തു. 2011 വരെ ഈ സൈനിക സംഘർഷം തുടർന്നു. 2008 ഒക്ടോബറിൽ 2 കംബോഡിയൻ സൈനികരും 1 തായ് സൈനികനുമാണ് കൊല്ലപ്പെട്ടത്. 2011 ഫെബ്രുവരിയിൽ വൻ സംഘർഷമുണ്ടായി. സാധാരണക്കാരും സൈനികരും അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ക്ഷേത്രത്തിന് കേടുപാടുകളുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾക്ക് നാടുവിടേണ്ടി വന്നു. ഇതിനുശേഷം 2025 വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ഫെബ്രുവരിയിൽ മറ്റൊരു തർക്കക്ഷേത്രമായ താമുവൻ തോമിലേക്ക് തായ് പൗരരും സൈനികാംഗങ്ങളും കടന്നുകയറി. മെയ് 28 പ്രയാ വിയഹാർ പരിസരത്ത് ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടു. ജൂലൈ 15 ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും സൈനിക സംഘർഷം ആരംഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.